പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. എന്ന് വെച്ചാൽ യേശുവിനെ കുറിച്ച് പറയുക. അവനിൽ സൽഗുണമല്ലാതെ വേറൊന്നുമില്ല. എന്തിനാ ദൈവം വിളിച്ചതെന്ന് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, യേശുവിനെ കുറിച്ച് പറയുക. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. യേശുവിൻ്റെ കരുണയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ യേശുവിൻ്റെ ആമേൻ ആമേൻ വലിയ മഹത്വം, യേശുവിൻ്റെ ശക്തിയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. അങ്ങോട്ട് വരണം. അതേതെങ്കിലും ഒരു പാസ്റ്റർ ചെയ്യട്ടെ എന്ന കാര്യത്തിൽ ഇരിക്കരുത്. യേശുവിനെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പം കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കരുതൽ അവിടെയൊന്നും തീരരുത്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. അവൻ പത്രോസിനെ ഉപയോഗിച്ചതുപോലെ നിന്നെ ഉപയോഗിക്കും. അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. അവൻ എന്താ ചെയ്തത്? അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നല്ലോ. അപ്പോസ്തലപ്രവൃത്തി 10:38. ആമേൻ. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഓ ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ ആ ഒരു 3.5 വർഷത്തെ ആ ഒരു ശുശ്രൂഷയെ കൊണ്ട് അത് കഴിഞ്ഞു പോയില്ല, അത് ഞങ്ങളിലൂടെ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോസ്തലനായ ആമേൻ പത്രോസും പൗലോസും ഒക്കെ പ്രഖ്യാപിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് നീയും ഞാനും ഒക്കെ ഇത് വിളിച്ചു പറയാൻ നിയോഗം ലഭിച്ചവരാ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമാകേണ്ടവരാ ഇതിനകത്തിരിക്കുന്നത്. അതിനായിട്ടാണ് യേശു വിളിച്ചത്. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ യേശുവിനാൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ വിളിച്ചു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകട്ടെ.